വ്യാജമദ്യം കഴിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 35ആയി. ചികിത്സയിലുള്ള 100-ലേറെ പേരിൽ ഒട്ടേറെ പേരുടെ നില ഗുരുതരമായി തുടരുന്നു. രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ 10 പേരാണ് പ്രതികൾ. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലാണ് വ്യാജമദ്യം വൻ ദുരന്തം വിതച്ചത്. പോലീസ് ഉടൻ നടത്തിയ റെയ്ഡിൽ 90 ലിറ്ററോളം വ്യാജമദ്യമാണ് പിടികൂടിയത്. വ്യാജമദ്യം കഴിച്ചവർക്ക് വയറുവേദനയും കണ്ണെരിച്ചിലുമാണ് ആദ്യം അനുഭവപ്പെട്ടത്. തുടർന്ന് പലരുടെയും സ്ഥിതി വഷളാവുകയായിരുന്നു. പുതുച്ചേരിയിലെയും കള്ളക്കുറിച്ചിയിലെയും ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും പലരുടെയും ജീവൻ നഷ്ടമായി. പ്രദേശത്ത് നടത്തിയ റെയ്ഡിനിടയിൽ മദ്യം വിറ്റ കരുണാപുരം സ്വദേശികളായ സഹോദരങ്ങളെ പോലീസ് പിടികൂടി. 200 ലിറ്റർ മെഥനോൾ കലർത്തിയ വ്യാജമദ്യമാണ് പ്രതികൾ സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തിയത്. ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത മേഖലയിലാണ് ഇവർ മദ്യം സൂക്ഷിച്ചതെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം. മദ്യദുരന്തത്തിന് പിന്നാലെ ജില്ലാ പോലീസ് മേധാവി സമയ് സിംഗ് മീണയെയും ലഹരിവിരുദ്ധ വിഭാഗത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ജില്ലാ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. അന്വേഷണ ചുമതല CBCIDക്ക് നൽകാൻ സർക്കാർ ഉത്തരവായി. കഴിഞ്ഞ മെയ്യിൽ വില്ലപുരത്തുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ 22 പേരായിരുന്നു മരണപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal.